നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷൻ LDF നിലനിർത്തി. സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന് വിജയിച്ചു. ഒറ്റപ്പാലം നഗരസഭ 7-ാം വാർഡ് പാലാട്ട് റോഡ് BJP നിലനിർത്തി. പി സഞ്ജുമോൻ 192 വോട്ടിന് വിജയിച്ചു. ജില്ലയിൽ മറ്റ് 4ഇടങ്ങളിൽ UDF. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം. തിരുക്കല്ലൂർ മപ്പാട്ടുകര പറയൻതുരുത്തിനെയും ഏലംകുളം മാട്ടായ കടവിനെയും ബന്ധിപ്പിച്ച പാലം നിർമ്മിക്കും. പട്ടാമ്പി പെരിന്തൽമണ്ണ MLA മാർ സ്ഥലം സന്ദർശിച്ചു. പാലം നിർമ്മാണത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ഇരു പഞ്ചായത്തുകളും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റം പ്രതിഷേധിച്ച് ഡോക്ടർമാർ വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറിയത് ആരോഗ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന്. സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. വിവാഹ കമ്പോളത്തിൽ വിലപേശി വിൽക്കാനുള്ള വസ്തുക്കളല്ല സ്ത്രീകളെന്നും പി സതീദേവി. ചെർപ്പളശ്ശേരി ബീവറേജ് ഔട്ട്ലെറ്റിൽ നടന്ന മോഷണം. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസ്. പ്രതികളായ 2 പേരുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഇവരെപ്പറ്റി അറിയുന്നവർ വിവരം നൽകണമെന്നും പോലീസ്. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ജില്ലയിൽ UDFന് മേൽക്കൈ. തെരഞ്ഞെടുപ്പ് നടന്ന 6ഇടങ്ങളിൽ 4ഇടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 1ഇടത്ത് BJPയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇടതു സ്ഥാനാർത്ഥിയും വിജയം കണ്ടു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സി അബ്ദുൽ ഖാദർ വിജയിച്ചു. 10,207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. LDF സ്ഥാനാർത്ഥി സി അബ്ദുൽ ഖാദർ 18,263 വോട്ടുകളും UDF സ്ഥാനാർത്ഥി MP പ്രേംകുമാർ 8,056 വോട്ടുകളും BJP സ്ഥാനാർത്ഥി N മണികണ്ഠൻ 6,263 വോട്ടുകളും നേടി. 32,582 വോട്ടാണ് ആകെ പോൾ ചെയ്തത്. വിജയത്തിനായി കൂടെ നിന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്ന് സി അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇന്നലെ ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ നല്ലവരായ പ്രവർത്തകരെയും നാട്ടിലെ സഹോദരങ്ങളെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 10,000-കണക്കിന് ആളുകൾ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി മത്സരം കഴിഞ്ഞ് ജനപ്രതിനിധിയാകുന്നതോടുകൂടി ഈ മണ്ഡലത്തിലെ എല്ലാവരുടെയും ജനപ്രതിനിധിയായി മാറുകയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന PK സുധാകരന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK സുധാകരൻ 10,515 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. 22,540 വോട്ടാണ് സുധാകരൻ നേടിയത്. വാണിയംകുളം അനങ്ങനടി പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളും തൃക്കടീരി പഞ്ചായത്തിലെ 7 വാർഡുകളും ചളവറ പഞ്ചായത്തിലെ 3 വാർഡുകളും ഉൾപ്പെട്ടതാണ് വാണിയംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഒറ്റപ്പാലം നഗരസഭയിലെ പാലാട്ട് റോഡ് 7-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJP സ്ഥാനാർത്ഥി പി സഞ്ജുമോൻ 192 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആകെ പോൾ ചെയ്ത 605 വോട്ടിൽ 361 വോട്ടാണ് സഞ്ജുമോന് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ 61 വോട്ട് കൂടുതൽ സഞ്ജുമോൻ നേടി. LDF സ്ഥാനാർത്ഥി നഗരസഭാ മുൻ ചെയർമാൻ N നാരായണൻ നമ്പൂതിരി 169 വോട്ടും UDFിലെ രാധാകൃഷ്ണ മേനോൻ 77 വോട്ടും ലഭിച്ചു. കൗൺസിൽ BJP അംഗമായിരുന്ന K കൃഷ്ണകുമാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തന്നെ വിജയിപ്പിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് സഞ്ജുമോൻ പറഞ്ഞു. എല്ലാ വോട്ടർമാർക്കും നന്ദി. എന്നെ ജയിപ്പിച്ചതിന് എല്ലാവർക്കും, എല്ലാ വോട്ട് ചെയ്തുള്ളവരും, എന്നെ സഹപ്രവർത്തകർക്കും, കൂട്ടുകാർക്കും, എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതിന് വോട്ടർമാർക്കും എല്ലാവർക്കും. ദേശീയതയുടെ വിജയമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ പറഞ്ഞു. സഞ്ജുമോന്റെ വിജയം നേരത്തെ ശങ്കരൻകുട്ടിയും രഘുവട്ടൊക്കെ സൂചിപ്പിച്ചതുപോലെ ദേശീയതയുടെ വിജയമാണ്, നരേന്ദ്രമോദിയുടെ വിജയമാണ്. അവിടെ പ്രവർത്തിച്ചിട്ടുള്ള സാധാരണക്കാരായുള്ള BJPക്കാരുടെയും BJP അനുഭാവികളുടെയും വിജയമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒരു താക്കീത് കൂടിയാണ്. ജാതി രാഷ്ട്രീയം ആരാണ് കളിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്.
ഞങ്ങൾ അവിടെ ജാതി രാഷ്ട്രീയമല്ല കളിച്ചിട്ടുള്ളത്. ഈ വിജയം നമ്മുടെ നേരത്തെ ഇവിടെ നമ്മളിൽ നിന്ന് വിട്ടുപോയ മരണപ്പെട്ട കൃഷ്ണകുമാർജിക്കുള്ള ഒരു സമർപ്പണം കൂടിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. തൂതപ്പുഴയ്ക്ക് കുറുകെ കുലുക്കല്ലൂർ മപ്പാട്ടുകര പറയൻതുരുത്തിനെയും ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായ കടവിനെയും ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനം. ബുധനാഴ്ച പട്ടാമ്പി പെരിന്തൽമണ്ണ MLA-മാരുടെ സാന്നിധ്യത്തിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിലാണ് പാലം നിർമ്മിക്കേണ്ട സ്ഥലം സംബന്ധിച്ച് ധാരണയായത്. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച MLA-മാർ പറഞ്ഞു. ദീർഘകാലമായുള്ള ആവശ്യമാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയെയും മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് പാലം വേണമെന്നത്. നേരത്തെ രണ്ടിടങ്ങളിൽ സ്ഥലം കണ്ടെത്തി പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും സ്ഥലതർക്കങ്ങളും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും കാരണം പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബുധനാഴ്ച കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാലം വരേണ്ട ആവശ്യകത ഇരു MLA-മാരും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് MLA-മാർ പറഞ്ഞു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും എവിടെ വേണം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ കൂട്ടായുള്ള യോഗത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചത് നീങ്ങുന്ന സമയത്ത് നാളെ വേറെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അത് പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ടെക്നിക്കലായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ PWD കൈകാര്യം ചെയ്യും. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പിന്നെ മാത്രമല്ല ബാക്കി അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, എല്ലാ കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതൊരു തർക്കമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ശരിയാണ്. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം റെയിൽവേ അണ്ടർപാസുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒരു പ്രദേശം ഉള്ള ആളുകൾക്ക് മപ്പാട്ടുകര തന്നെ 2ആയിട്ട് റെയിൽവേ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പാലം കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് നേരത്തെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് റെയിൽവേയുടെ അണ്ടർ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതിന്റെ കൂടെ അതുകൂടി എസ്റ്റിമേറ്റ് എടുത്ത് കാര്യങ്ങളുമായിട്ട് ഇതിൽ ബഡ്ജറ്റിൽ ഇത് ഉണ്ടാവില്ല. റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് കൊടുക്കാം. 2 പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മൾ 2 ജില്ലക്കാരാണെങ്കിലും പൊക്കിൽ കൂടി ബന്ധമുള്ള ആളുകളാണ്. ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോൾ പകുതിയിലേറെ മെമ്പർമാർ മലപ്പുറത്തുകാരാണ്, നിങ്ങളെ ഗ്രാമപഞ്ചായത്തിലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ബന്ധം ഊഷ്മളമാക്കുന്ന ഒരു പാലമായിട്ട് ഇത് മാറുക എന്നത് കൂടി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോ ഈ പാലത്തിന്റെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2 പ്രദേശങ്ങളിലേക്കുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. 2 പ്രദേശങ്ങളിലായി ഒരു പാലം വരിക അസാധ്യമായതുകൊണ്ട് പ്രത്യേകിച്ചും 2 പഞ്ചായത്തുകളിലും ഒരേ നിലപാടില്ലെങ്കിൽ പാലം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തൂല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു ഐകകണ്ഠ്യേനയുള്ള ഒരു തീരുമാനം ഇതിൽ ഉണ്ടാവുക എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തർക്കം ഒഴിവാക്കണമെന്നും മാട്ടായ ഭാഗത്ത് പാലം വരുന്നതിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരനും പറഞ്ഞു. ഏലംകുളം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പഞ്ചായത്തും എന്തൊക്കെ ചെയ്യണം അതൊക്കെ വളരെ സമന്വിതമായും വളരെ സുതാര്യമായും ഒരുമിച്ചുകൊണ്ട് എത്തക്കട്ടെ. ഇപ്പോൾ ആരെങ്കിലും അപ്പുറത്ത് പാലം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് തർക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. തർക്കങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ച് അപ്പുറത്ത് കഴിഞ്ഞാൽ പാലം പുഴ നടന്ന് നീണ്ടു കിടക്കണല്ലോ. അപ്പോൾ പുഴ അപ്പുറപ്പുറമാണ് താമസിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അപ്പുറപ്പുറം കിടന്ന് കിടക്കാൻ പാലം ആവശ്യമുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവകാശം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, അവർ അവകാശപ്പെടാം. പക്ഷേ ഇതൊക്കെ അവരെയും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് അവരെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് MLA-മാർ ചെയ്യേണ്ടത്. ഏലംകുളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ നിർദ്ദിഷ്ട പറയാൻ മാറ്റായ സ്ഥലത്ത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം MLA-മാരുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. 1/2 കിലോമീറ്ററോളം നടന്നാണ് MLA-മാർ പുഴക്കടവിലെത്തിയത്. പാലം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൽ ഒപ്പമുണ്ടാകുമെന്നും ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് ഇതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നമ്മുടെ 2 ജില്ലകൾ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ഭൂമിശാസ്ത്രപരമായിട്ടും മാനസികമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ വലിയ അടുപ്പമുള്ള 2 ജില്ലകളാണ്. ആ ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 നിയോജക മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പാലം ഇവിടെ സാക്ഷാത്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആരംഭമാണ് ഈ ചരിത്ര നിയോഗം എന്ന് പറയുന്നത്. ബഹുമാന്യനായ
നമ്മുടെ പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മോഹ്സിൻ ഇക്കാര്യത്തിൽ ഒരുപാട് വലിയ ഇനീഷ്യേറ്റീവുകൾ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നിത് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 നിയോജകമണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. 2 ഭാഗത്തുള്ള പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബഹുമാന്യരായ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്ന സാഫല്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്തോഷ മുഹൂർത്തം നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് തന്നെ നമുക്കിത് പങ്കുവെക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. പാലത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെയെന്നും വാഹനഗതാഗതത്തിന് ഉതകും വിധം റെയിൽവേ അടിപ്പാത കൂടി യാഥാർത്ഥ്യമാക്കി മപ്പാട്ടുകരയുടെ കിഴക്കൻ മേഖലയെ കൂടി ബന്ധിപ്പിക്കും വിധമാകും പദ്ധതി ആസൂത്രണം ചെയ്യുകയെന്നും മുഹമ്മദ് മുഹ്സിൻ MLAയും പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വരികയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ 2 പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമല്ല 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി റെയിൽവേ അണ്ടർപാസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. റെയിൽവേക്ക് ഓൾറെഡി സെൻറ്റേജ് ചാർജ് അടച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കുകയാണെങ്കിൽ മപ്പാട്ടുകരയിലെ 2 പ്രദേശം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2 പ്രദേശത്തെയും ബന്ധിപ്പിക്കാനും കൂടി കഴിയും. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അതുകൂടി തീരുമാനിച്ചിരുന്നു. എന്തായിരുന്നാലും ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, അതോടൊപ്പം തന്നെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരും വലിയ ഇനീഷ്യേറ്റീവാണ് ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ ഉദ്ദേശമാണുള്ളത്. എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സ്ഥലവും ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സന്ദർശിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം 2 പ്രദേശത്തുള്ള ആളുകളാണ്, പക്ഷേ കുടുംബങ്ങളും ബന്ധങ്ങളും ഒക്കെ 2 ഭാഗത്തായിട്ട് കിടക്കുന്നതാണ്. എല്ലാവരും ഒന്നിപ്പിക്കാനുള്ള ഒരു അവസരം പാലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ വന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പാലം ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തുടർന്ന് നിലവിലെ റെയിൽവേ അടിപ്പാതയും MLAമാർ സന്ദർശിച്ചു. അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതുൾപ്പെടെ പാലത്തിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്ന് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയും അറിയിച്ചു. ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ചുറ്റിവളഞ്ഞു പോകേണ്ട അവസ്ഥയിൽ പുതിയ പാലം വരുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കുലുക്കല്ലൂർ നിവാസികൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സമരം പിൻവലിച്ചു. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൂട്ടവധിയെടുത്തുകൊണ്ടുള്ള സമരം തീരുമാനിച്ചിരുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതിനാലാണ് സമരം പിൻവലിച്ചതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ ആശുപത്രിയുടെ ഭാഗമായ 12 ഡോക്ടർമാരെയാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ഡോക്ടർമാർ വ്യാഴാഴ്ച അവധിയെടുത്ത് സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കാഷ്വാലിറ്റി ഇല്ലാത്ത ആശുപത്രിയിലേക്ക് കാഷ്വാലിറ്റിയുടെ പേരിൽ ഡോക്ടർമാരെ സ്ഥലം മാറ്റി എന്നായിരുന്നു ഡോക്ടർമാരുടെ പരാതി. ഇതിനെതിരെയാണ് KGMOയെ വ്യാഴാഴ്ച സമരം പ്രഖ്യാപിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംഘടനയുടെ സംസ്ഥാന ജേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചതായി KGMOയെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. 23-ാം തീയതി ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ നിലവിലുള്ള ഡോക്ടർമാർക്ക് മറ്റ് ആശുപത്രികളിൽ താൽക്കാലിക ചുമതല നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർമാരുടെ ജോലിഭാരം കണക്കിലെടുക്കുന്നില്ലെന്നും ഇങ്ങനെ താൽക്കാലികമായി മറ്റ് ആശുപത്രികളിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ രോഗികൾക്ക് ലഭിക്കേണ്ട തുടർ ചികിത്സയും സേവനങ്ങളും മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുമാണ് ഡോക്ടർമാരുടെ വാദം. സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. അന്യൻ വിയർത്തുണ്ടാക്കിയ സമ്പത്ത് വിവാഹത്തിലൂടെ സ്വന്തമാക്കാം എന്ന സമീപനത്തിന് മാറ്റമുണ്ടാകണം. വിവാഹ കമ്പോളത്തിൽ സ്ത്രീകൾ വിലപേശി വിൽക്കാനുള്ള വസ്തുക്കളല്ല. സ്ത്രീധനത്തിനെതിരെ ചിന്തിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ആർജവമുള്ള പുതിയ തലമുറ വളർന്നു വരണമെന്നും P. സതീദേവി പറഞ്ഞു. പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ശേഷം മാത്രമേ വിവാഹം നടത്താവൂ. ഈയിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീധന മരണങ്ങൾ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. സെമിനാറിൽ മലപ്പുറം വനിതാ സംരക്ഷണ ഓഫീസർ TMS ശ്രുതി ക്ലാസ് എടുത്തു. പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഊപ്പാല അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി, പ്രൊജക്ട് ഓഫീസർ
എൻ ദിവ്യ, റിസർച്ച് ഓഫീസർ AR അർച്ചന, CDPO ഗീത, പൊന്നാനി ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിലുള്ള നിയമങ്ങളുടെ പ്രയോജനം സമൂഹത്തിനാകെ ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണം. കേരള വനിതാ കമ്മീഷൻ നൂറ്റാണ്ടിലേറെ കാലമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഭരണഘടന പ്രകാരം റൈറ്റ് ടു ഇക്വാളിറ്റി എന്നുള്ളത് തുല്യതക്കുള്ള അവകാശം പൗരന്റെ അവകാശമാണ്. പക്ഷെ തുല്യതക്കുള്ള അവകാശം നിലവിൽ വന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ തുല്യതക്കുള്ള അവകാശം ലഭ്യമായിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ശക്തമായിട്ടുള്ള നിയമങ്ങൾ പലതും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെർപ്പശ്ശേരി ബീവറേജ് ഔട്ട്ലെറ്റിൽ നടന്ന മോഷണം. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. പ്രതികളായ 2 പേരുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഇവരെക്കുറിച്ച് സൂചന ലഭിക്കുന്നവർ ചെർപ്പശ്ശേരി പോലീസിൽ അറിയിക്കണമെന്നും സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു. ഇക്കഴിഞ്ഞ നവംബർ 19-നാണ് ചെറുപ്പശ്ശേരിയിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ചില്ലർ മദ്യവിൽപ്പനശാലയിൽ മോഷണം നടന്നത്. മദ്യക്കുപ്പികളും പണവും നഷ്ടമായിരുന്നു. ഉപഭോക്താക്കൾക്ക് മദ്യം നൽകുന്ന കൗണ്ടർ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരുന്നത്. ഈ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. പ്രതികളിൽ ഒരാൾ ഹെൽമറ്റ് ധരിച്ചും മറ്റൊരാൾ മുഖം മറിച്ചിട്ടുമാണ് മോഷണം നടത്തുന്നത്. പ്രതികൾ നീല നിറത്തിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ ചെർപ്പശ്ശേരി പോലീസിൽ അറിയിക്കണമെന്നും സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു. ഇടവേള. മറ്റു വാർത്തകൾ. ഒറ്റപ്പാലം നഗരത്തിൽ നടപ്പാതയിലെ സ്ലാബുകൾ മാറ്റുന്ന പണി നീളുന്നത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. മാറ്റിയ സ്ലാബുകൾ റോഡിൽ തന്നെ കിടക്കുന്നതും മെറ്റൽ റോഡിൽ തന്നെ തള്ളിയിരിക്കുന്നതുമാണ് ഭീഷണി ഉയർത്തുന്നത്. നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന പാതയിലാണ് അശ്രദ്ധമായി സ്ലാബുകൾ ഇട്ടിട്ടുള്ളത്. ഇത് റോഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇത് അപകടക്കണിയാകുന്നത്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ അപകടം ഉറപ്പാണ്. ചില ഭാഗങ്ങളിൽ സ്ലാബുകൾ ഇട്ടത് മുഴുവനായും മൂടാത്തതും ഭീഷണി ഉയർത്തുന്നുണ്ട്. യാത്രക്കാരെ വലച്ചിരുന്ന നഗരത്തിലെ നടപ്പാതകളിലെ തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റുന്ന പണി കഴിഞ്ഞാഴ്ചയാണ് തുടങ്ങിയത്. 200 മീറ്റർ ദൂരത്തിൽ 100 മീറ്ററോളം ദൂരം സ്ലാബുകൾ മാറ്റിയെങ്കിലും പിന്നെ പണി നിലച്ചു. ഗാന്ധി പ്രതിമയ്ക്ക് സമീപം മുതൽ സഹകരണ അർബൻ ബാങ്കിന് സമീപം വരെ 200 മീറ്റർ ദൂരത്തിലാണ് സ്ലാബുകൾ മാറ്റുന്നത്. യാത്രാ സഹായത്തോടെ ചാലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് സ്ലാബുകൾ മാറ്റുന്ന പണി തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയിൽ നിന്ന് നഗര സൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. സ്ലാബുകൾ മാറ്റി മുകളിൽ ടൈൽ വിരിച്ച് കാൽനട യാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് വെള്ളിയാഴ്ച മണ്ണാർക്കാട് സ്വീകരണം നൽകും. ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ മണ്ണാർക്കാട് MES സ്കൂൾ പരിസരത്ത് വരവേൽപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് ടൗൺ പ്രസാദ മാതാപള്ളിക്ക് എതിർവശത്തുള്ള കുടു കോംപ്ലക്സ് ഗ്രൗണ്ടിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് തോമസ് ആന്റണി അധ്യക്ഷത വഹിക്കും. രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ, ജാഥ ക്യാപ്റ്റൻ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നിലം എന്നിവർ പ്രസംഗിക്കും. പ്രസിദ്ധീകരണങ്ങളും സിനിമകളും തടയുവാൻ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധിയും സർക്കാർ സഹായവും നൽകുക. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കുക. അട്ടപ്പാടിൽ ബദൽ റോഡായ പൂഞ്ചോല പാറവളവ് റോഡ് യാഥാർത്ഥ്യമാക്കുക. ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകളുള്ള ശിരുവാണി കോയമ്പത്തൂർ റോഡ് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കുക.
സ്വകാര്യ കൃഷിഭൂമിയിൽ പ്രവേശിച്ച് കാർഷിക വിളകൾക്ക് നാശനഷ്ടം വരുത്തുന്ന വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിഭൂമി സംരക്ഷിക്കാനുള്ള അവകാശം കർഷകർക്ക് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഡിസംബർ 15-ന് മണ്ണാർക്കാട് സ്വീകരണം നൽകും. രൂപത പ്രസിഡന്റ് തോമസ് ആന്റണി, രൂപത കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബോബി പൂവത്തിങ്കൽ, ജനറൽ കൺവീനർ അജു വട്ടുകുന്നേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടമ്പഴിപ്പുറം വെട്ടേക്കര റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കെ പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. 2022-23 ബജറ്റിൽ ഉൾപ്പെടുത്തിയ 3 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. ആവശ്യമുള്ള സ്ഥലത്ത് ഡ്രെയിനേജ്, കോൺക്രീറ്റ് ഉൾപ്പെടെയാണ് നവീകരണം. ജനുവരി മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് MLA പറഞ്ഞു. കടമ്പൂർ വേട്ടേക്കര കടമ്പഴിപ്പുറം റോഡ് ദ്രുതഗതിയിൽ അതിൻ്റെ പണി ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. പ്രവൃത്തി ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞത് മുതൽ വളരെ വേഗതയിലാണ് ഈ റോഡിൻ്റെ പണി നടക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള റോഡായിരുന്നു. 3 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് ഏറ്റവും മികച്ച നിലയിൽ നവീകരിച്ച് 2024 ജനുവരി മാസത്തോടുകൂടി പൂർണ്ണമായും പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. പൊതുവിൽ നാട്ടുകാരുടെയും നല്ല അഭിപ്രായമാണ് ഈ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശാസ്തകുമാറും പ്രദേശത്തെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ നാരായണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കൂടെയുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോഡ്. റോഡിൻ്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി കടമ്പഴിപ്പുറത്തു നിന്ന് അമ്പലപ്പാറ ഭാഗത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസായി ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും എന്ന സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. പണി പൂർത്തിയാകുന്നതോടെ കടമ്പഴിപ്പുറത്തു നിന്നും അമ്പലപ്പാറയിലേക്കുള്ള ബൈപ്പാസായി റോഡ് മാറുമെന്നും MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, വാർഡ് മെമ്പർ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മലയാള സാഹിത്യവേദി നൽകുന്ന പ്രഥമ ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം കഥയുടെ കുലപതിയും എഴുത്തുകാരനുമായ കേരളജ്യോതി ടി പത്മനാഭൻ, കവിയും ഗാനരചയിതാവുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, യുവ എഴുത്തുകാരി സ്നൂബ വിനോദ് എന്നിവർക്ക് നൽകും. 25,000 രൂപ വീതം ക്യാഷ് അവാർഡും ഫലകവുമാണ് പുരസ്കാരമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന വായനക്കാരുടെയും എഴുത്തുകാരുടെയും സൗഹൃദ കൂട്ടായ്മയായ മലയാള സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഡിസംബർ 24-ന് അലനല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അവാർഡുകൾ സമ്മാനിക്കും. KTDC അധ്യക്ഷൻ PK ശശി പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യവേദി, ലൈബ്രറി കൗൺസിൽ, മലയാള സാഹിത്യവേദി എന്നിവ ചേർന്നാണ് അവാർഡ് ദാന ചടങ്ങ് ഒരുക്കുന്നത്. കലാസാഹിത്യ രംഗങ്ങളിൽ മികവ് പുലർത്തുന്നവരെ കണ്ടെത്തി പ്രോത്സാഹനങ്ങൾ നൽകി ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരങ്ങൾ നൽകുന്നത്. എഴുത്തുകാരുടെയും വായനക്കാരുടെയും ആസ്വാദകരുടെയുമുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് മലയാള സാഹിത്യവേദി. ഈ മലയാള സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് മികച്ച പ്രതിഭകളെ ആദരിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയും അതിൻ്റെ ആദ്യമായിട്ടുള്ള പ്രഥമ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. A. ഗോപാലകൃഷ്ണൻ ചെയർമാനായും അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, കഥാകൃത്തും നോവലിസ്റ്റുമായ അബു ഇരിങ്ങാട്ടിരി, കവിയും എഴുത്തുകാരനുമായ മധു അലനല്ലൂർ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഇതിൻ്റെ സംഘാടനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘവും ലൈബ്രറി കൗൺസിലും ആണ് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല സാംസ്കാരിക പാരമ്പര്യമുള്ള അലനല്ലൂർ ഈ ചടങ്ങിന് നല്ല ഒരു പിന്തുണ ലഭിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ 3 പ്രതിഭകളും തീർച്ചയായിട്ടും മലയാള സാഹിത്യ പ്രവർത്തകർക്ക്, വായനക്കാർക്ക്, ആസ്വാദകർക്ക് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. സ്നൂബ വിനോദിൻ്റെ അവൾ സുജാത എന്ന നോവൽ ഏറ്റവും പുതിയ രചനയാണെങ്കിൽ പോലും ഏറെ ആളുകൾ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നോവലാണ്. ഈ അവാർഡ് വിതരണം, അവാർഡ് ദാനം നടത്തുന്നത് അബു ഇരിങ്ങാട്ടിരി, മധു അലനല്ലൂർ, PN മോഹനൻ, PO കേശവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മണ്ണാർക്കാട് നടന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൊബൈൽ യൂണിറ്റുകളെ നിയന്ത്രിക്കുക, ഇരുമ്പുൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CMA തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു.
സംരംഭകരായ നമ്മെ ഒരുമിച്ച് നിർത്തിയത് സംഘടനയാണെന്ന തിരിച്ചറിവ് അംഗങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. 200-250 പേര് വരുന്ന പാലക്കാട് ജില്ലയിലെ ചെറുകിട വെൽഡിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്ന നിങ്ങളെല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്, സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം. കേരളത്തിലെ ചെറിയ ജില്ലയെന്നറിയപ്പെടുന്ന പിന്നോക്ക ജില്ലയിൽ നിന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിൽ നിന്നും ഞാനിവിടെ വന്നിരിക്കുന്നു നിങ്ങളോട് സംവദിക്കാനെങ്കിൽ, നിങ്ങളെ കാണുവാനെങ്കിൽ, സൗഹൃദം പങ്കിടുവാനെങ്കിൽ അത് ഈ സംഘടന കൊണ്ടുള്ള നേട്ടമല്ലേ? ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത് രാജ്യത്തെ 10 മുതലാളിമാരാണെന്നും അവർക്കതിന് അനുമതി നൽകിയത് രാജ്യം ഭരിക്കുന്ന സർക്കാരാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ പറഞ്ഞു. ആ സർക്കാരിന്റെ നയങ്ങൾ മാറ്റുന്നതിൽ ഇടപെടാൻ സംഘടനകൾക്ക് കഴിയണം. ഉൽപാദനം കൂടുമ്പോൾ വില കുറയുമെന്ന സാമ്പത്തിക ശാസ്ത്രം കമ്പിയുടെയും സിമന്റിന്റെയും കാര്യത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു. നിങ്ങളുടെ ഉൽപാദന ചെലവിന്റെ പ്രധാനപ്പെട്ട ഐറ്റം ഇരുമ്പായതുകൊണ്ട് ആ വില നിശ്ചയിച്ചത് നിങ്ങളോ ഞാനോ അല്ല, അത് നിശ്ചയിക്കുന്നത് 10 ആളുകൾ. ആ 10 ആളുകളെ നിലയ്ക്ക് നിർത്താൻ, ആ 10 ആളുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് ഇന്ത്യയിലെ 130 കോടി ജനങ്ങളെയാണ് ഞങ്ങൾ പരിരക്ഷിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് സർക്കാർ വരണമെങ്കിൽ സർക്കാരിന്റെ നയങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയും. ആ സർക്കാരിന്റെ നയങ്ങളാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇന്ന് പ്രതിസന്ധി തീർക്കുന്നത്. ഈ രാജ്യത്ത് കുറച്ച് കോർപ്പറേറ്റുകൾ മാത്രം മതി. ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജീവിക്കേണ്ടതില്ല, അവിടെ വിലക്കയറ്റം പ്രശ്നമല്ല എന്ന് ചിന്തിക്കുകയും അതിന് തീരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാത്ത ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകും. ചെറുകിട കൊച്ചു വ്യവസായങ്ങൾ നടത്തുന്ന ആളുകൾ നിങ്ങൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകും. നമ്മുടെ എല്ലാം ബാധ്യതകൾ വർദ്ധിക്കും. നാം പ്രതിസന്ധിയിലേക്ക് പോകും. നാം അടച്ചുപൂട്ടലിന്റെയും ആത്മഹത്യയുടെയും വക്കിലേക്ക് എത്തുകയും ചെയ്യും. ജില്ലാ പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആർ രവീന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ, സംസ്ഥാന ട്രഷറർ കെ രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ പ്രസാദ് വർഗീസ്, മജീദ് പാലോട്, ജി സുധീർ, വി ശിവദാസൻ, എം അശോകൻ എന്നിവർ പ്രസംഗിച്ചു. അടക്കാപത്തൂർ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ഡിസംബർ 15 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ചെർപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഔഷധത്തിന്റെ ദേവനായ ധന്വന്തരി മൂർത്തിയോടൊപ്പം അത്യപൂർവമായ വല്ലഭ ഗണപതി പ്രതിഷ്ഠയോടുകൂടിയ അടക്കാപത്തൂർ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ഡിസംബർ 15 ശുദ്ധിക്രിയകളോടുകൂടി തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങുകൾക്ക് ഈക്കാട്ട നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 16 ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും. താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഭക്തിപ്രഭാഷണം, ഭരതനാട്യം, തിരുവാതിരക്കളി, ചാക്യാർകൂത്ത്, കഥകളി തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. 22 ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവേട്ട, 23 രാവിലെ വല്ലഭ ഗണപതിയുടെ ചിത്രസമർപ്പണം, വൈകിട്ട് ആറാട്ട്, ദശസഹസ്ര ദീപസമർപ്പണം എന്നിവയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഉത്സവാഘോഷം തുടങ്ങുന്നത് 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി വൈകുന്നേരം ശുദ്ധിയോട് കൂടിയിട്ട് 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ 8 ദിവസത്തെ അഷ്ടാഹോത്സവം എന്ന് പറയും. അപ്പോൾ ശേഖരപുരം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരിയാണ് മെയിൻ പ്രതിഷ്ഠ. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ വല്ലഭ ഗണപതി ഭാര്യാസമേതനായിട്ടുള്ള ഗണപതിയാണ് ഉപപ്രതിഷ്ഠയിൽ പ്രധാനം. പിന്നെ നിത്യം ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉത്സവമായിട്ട് പ്രത്യേകം ഉണ്ടാവും. പിന്നെ മുക്കടി നിവേദ്യം, മുക്കടി ഒരു ഔഷധമാണല്ലോ. അപ്പോൾ അത് നമ്മൾ രാവിലെ തൊഴാൻ പോകുമ്പോൾ എന്നും മുക്കടി കൊടുക്കുന്നുണ്ട് തീർത്ഥത്തിന് പകരം. പിന്നെ ധർമ്മശാസ്താവ്, അതും ദമ്പതി സമേതനായിട്ട് പൂർണ്ണ പുഷ്കല ദമ്പതികൾ, പൂർണ്ണ പുഷ്കലയോട് കൂടിയിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ. പിന്നെ നാഗപ്രതിഷ്ഠ ഉണ്ട്, അതും ദമ്പതിയോട് കൂടിയിട്ടാണ്. ബ്രഹ്മരക്ഷസ് ഉണ്ട്, അതും ദമ്പതിയോട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള സർവ പ്രതിഷ്ഠകളും എല്ലാം ദമ്പതി സമേതമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. പിന്നെ അതിനു പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ഊരാളന്മാരായിട്ടുള്ള ധർമ്മോത്തുമണിക്കരുടെ പരദേവതയായിട്ടുള്ള ശ്രീവിളയനാടമ്മയുടെ ഒരു ഉപക്ഷേത്രമുണ്ട് അവിടെ. ക്ഷേത്രം പാരമ്പര്യേതര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ജയപ്രകാശ്
എ വസന്തകുമാർ, കെ ജയനാരായണൻ, സി മോഹൻകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പുളിക്കൽ ശങ്കരേടത്ത് കോവിലകം അമ്പോറ്റി തമ്പുരാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള വെളിച്ചപ്പാട് സംഘം പ്രസിഡന്റ് മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് വെളിച്ചപ്പാട് ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. സംഘത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ കോട്ടപ്പുറം വെളിച്ചപ്പാട് ഗോവിന്ദകുമാർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി വായിലാംകുന്ന് ഭഗവതി ക്ഷേത്രം വെളിച്ചപ്പാട് സന്ദീപ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സജീഷ് വാക്കയിൽ, സച്ചിദാനന്ദൻ, സുരേഷ് ബാബു, കെ ടി രാമചന്ദ്രൻ, പരിയാനംപറ്റ വെളിച്ചപ്പാട് മണികണ്ഠൻ, രാജേഷ് വെളിച്ചപ്പാട് എന്നിവർ സംസാരിച്ചു. ആര്യൻകാവ് വെളിച്ചപ്പാട് ഉണ്ണികൃഷ്ണൻ നായർ, തൃപ്പുറ്റ വെളിച്ചപ്പാട് സേതുമാധവൻ, നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവ് അനിൽകുമാർ വെളിച്ചപ്പാട്, മാന്നൂർ ഭഗവതി ക്ഷേത്രം കാളിദാസ് വെളിച്ചപ്പാട്, ഉരഞ്ഞൂർ എരിമാൽ ഭഗവതി ക്ഷേത്രം വെളിച്ചപ്പാട് വേലായുധകുമാർ എന്നിവർക്ക് ദേവീദാസ പുരസ്കാരങ്ങളും കല്ലഴി ഉല്ലാസ് വെളിച്ചപ്പാടിന് ശാക്തയ കുലപതി പുരസ്കാരവും നൽകി ആദരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. 40 വർഷം മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സായി തച്ചനാട്ടുകര കുണ്ടൂർക്കുന്നിൽ നിർമ്മിച്ച കെട്ടിടം പരിപാലനമില്ലാതെ നശിച്ചു. 10 വർഷത്തോളമായി കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് അറിയുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ കുണ്ടൂർക്കുന്നിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിനായി നിർമ്മിച്ച കെട്ടിടമാണ് പരിപാലനമില്ലാതെ നശിച്ചത്. 40 വർഷങ്ങൾക്ക് മുന്നെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് താമസിക്കാനായി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഉപയോഗം ഇല്ലാത്തതിനാൽ പരിപാലനവും ഉണ്ടായില്ല. ഇപ്പോൾ കെട്ടിടത്തിന്റെ അടിത്തറയും ചുമരും ഉൾപ്പെടെ വിണ്ടുകീറി. കോൺക്രീറ്റ് മേൽക്കൂര മുഴുവൻ കാടുപിടിച്ചു കിടക്കുകയാണ്. മാത്രമല്ല മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നുപോയി കമ്പി പുറത്തു കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജനലുകളും വാതിലുകളും ചിതലെടുത്ത് പൂർണ്ണമായി നശിച്ചു. പരിപാലനത്തിനായി ചെറിയൊരു ശ്രദ്ധ അധികൃതർ കാണിച്ചിരുന്നെങ്കിൽ കെട്ടിടം ഇന്നും ഉപയോഗിക്കാമായിരുന്നു. ഏതു നിമിഷവും നിലം പതിക്കാറായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. പെരിന്തൽമണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചികിത്സാ പദ്ധതിയുമായി അൽസലാമ കണ്ണാശുപത്രി. ഇതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി 4 ദിവസത്തെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് നേത്രരോഗ ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത്. 4 ദിവസങ്ങളായി നടക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പിശാജി ഉദ്ഘാടനം ചെയ്തു. അവർക്കൊരു പ്രിവിലേജ് കൊടുക്കാൻ, പരിശോധനയ്ക്ക് വരുമ്പോൾ ക്യൂ ഒന്നും നിൽക്കാതെ മറ്റെന്തിനെങ്കിലും കാത്തു നിൽക്കാതെ, കാരണം അവരെ കാത്തു വേറെ കുറേ ആളുകൾ കാത്തു നിൽക്കാതെ ഇരിക്കുന്നതിന് പ്രിവിലേജ് കാർഡും വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായ അൽസലാമ ഹോസ്പിറ്റലിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. അൽസലാമ ആദ്യം സൂചിപ്പിച്ച പോലെ ആദ്യമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നീണ്ട 21 വർഷമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ അങ്ങനെയാണ് ആ പേര് വന്നത്. ഓട്ടോ തൊഴിലാളികൾക്ക് പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. അൽസലാമ ചെയർമാൻ മുണ്ടോടൻ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CIT മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി സത്യനാരായണൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി സുബൈർ, മോട്ടോർ തൊഴിലാളി യൂണിയൻ STU ജില്ലാ ട്രഷറർ ബഷീർ കട്ടുപാറ, നഗരസഭാ കൗൺസിലർ നിഷ സുബൈർ, അൽസലാമ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശ്ശേരി, മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഡയറക്ടർമാരായ നാസർ ആലിക്കൽ, അസൈനാർ ഹാജി, സെയ്ദ് അലി, നാസർ ചോലക്കൽ, മുഹമ്മദ് അലി മാട്ടുമ്മത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോ തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മാതൃകാപരമായ സേവന പ്രവർത്തനത്തിനാണ് അൽസലാമ ഐ ഹോസ്പിറ്റൽ നേതൃത്വം നൽകുന്നതെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന തൊഴിലാളികളാണ് ഓട്ടോ തൊഴിലാളികൾ. അത് അവരെ പറ്റി അറിയണവർക്ക് അറിയുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഇപ്പോൾ അവർ ചിലപ്പോൾ കലക്ഷൻ വണ്ടിയാവും, 100-300 രൂപ കലക്ഷന് കൊടുക്കണം, വാടക വീടാവും, കുട്ടികളെ വിദ്യാഭ്യാസം, വീടിൻ്റെ വാടക, ഒരുപാട് കഷ്ടപ്പാടില്ല തൊഴിലാളികളാണ് ഓട്ടോ തൊഴിലാളികൾ. അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയതിൽ വളരെ നന്ദിയും കടപ്പാടുണ്ട്. കേവലം വ്യാവസായികമായി മാത്രമല്ല ചാരിറ്റിപരമായ പ്രവർത്തനങ്ങൾ 7000-ഓളം സൗജന്യ നേത്ര ചികിത്സ അല്ലെങ്കിൽ സൗജന്യ ശസ്ത്രക്രിയകളിലൂടെ നടത്തിയെന്ന് പറയുന്നത്
ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഒരു സ്ഥാപനം എങ്ങനെ ചാരിറ്റിയിലും അതേപോലെ തന്നെ വ്യാവസായികമായും നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ പെരിന്തൽമണ്ണയിൽ പ്രത്യക്ഷ ഉദാഹരണമാണ് അൽസലാമ. 20 വർഷങ്ങൾക്കോളം ഈ പെരിന്തൽമണ്ണയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അൽസലാമ കണ്ണാശുപത്രി ഒരുപാട് പാവങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളോടൊക്കെ ഞങ്ങളെ അത് പറയാറുണ്ട് അൽസലാമയിലും. ചെന്നാൽ പറ്റേ നിങ്ങൾ ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകളാണെങ്കിൽ അവിടുത്തെ മുതലാളിയുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ MDO ചെയർമാനുമായിട്ടോ ഞങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 2 വർഷത്തേക്കുള്ള പ്രിവിലേജ് കാർഡാണ് അൽസലാമ കണ്ണാശുപത്രി നൽകുന്നത്. ഈ കാലയളവിൽ പരിശോധന ഫീസ് ഈടാക്കുന്നതല്ല. നേത്രരോഗ ചികിത്സ വേണ്ടിവരുന്നവർക്ക് ഇളവ് നൽകും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഫീസിൽ 50% ഇളവും അനുവദിക്കും. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ ഉള്ളവരെ അൽസലാമയുടെ ഈ പദ്ധതിക്കായി പരിഗണിക്കുമെന്ന് ചെയർമാൻ മുണ്ടോടൻ മുഹമ്മദ് അലി പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് മറ്റെല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ചർച്ചയിലുള്ളത് മറ്റ് മേഖലയിലുള്ള തൊഴിലാളികളും സാധാ പോർട്ടർമാർ തുടങ്ങി എല്ലാവരെയും ഇതുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. സൗത്ത് ഏഷ്യൻ സബ് ജൂനിയർ നയൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് ഒസാമയെ ചടങ്ങിൽ അനുമോദിച്ചു. മുഹമ്മദ് ഒസാമ നേതൃത്വം നൽകുന്ന ഒയാസിസ് ഫുട്ബോൾ അക്കാദമിക്ക് ബോളുകളും സമ്മാനിച്ചു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ക്രാഫ്റ്റ് ആൻഡ് ക്യാൻവാസ് പ്രദർശനം സംഘടിപ്പിച്ചു. പ്രശസ്തരായ വ്യക്തികളുടെയും ജീവജാലങ്ങളുടെയും വസ്തുക്കളുടെയും കോഫി പെയിൻറ്റിംഗ്, ഓയിൽ പെയിൻറ്റിംഗ് എന്നിവ ഉപയോഗിച്ച് വരച്ച ക്യാൻവാസ് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പാറക്കോട്ട്, ചിത്രകാരി ഷെറീന മഠത്തൊടി, PTA പ്രസിഡന്റ് MP നൌഷാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ R രാഹുൽ, എക്സൈസ് ഓഫീസർ MB രാജേഷ്, MPTA പ്രസിഡന്റ് N നാജിയ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാണാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷൻ LDF നിലനിർത്തി സി അബ്ദുൽ ഖാദർ 10,207 വോട്ടിന് വിജയിച്ചു. ഒറ്റപ്പാലം നഗരസഭ 7-ാം വാർഡ് പാലാട്ട് റോഡ് BJP നിലനിർത്തി പി സഞ്ജുമോൻ 192 വോട്ടിന് വിജയിച്ചു. ജില്ലയിൽ മറ്റ് 4ഇടങ്ങളിൽ UDF. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം. തിരുക്കല്ലൂർ മപ്പാട്ടുകര പറയൻതുരുത്തിനെയും ഏലംകുളം മാട്ടായ കടവിനെയും ബന്ധിപ്പിച്ച പാലം നിർമ്മിക്കും. പട്ടാമ്പി പെരിന്തൽമണ്ണ MLAമാർ സ്ഥലം സന്ദർശിച്ചു. പാലം നിർമ്മാണത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ഇരു പഞ്ചായത്തുകളും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റം പ്രതിഷേധിച്ച് ഡോക്ടർമാർ വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറിയത് ആരോഗ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന്. സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. വിവാഹ കമ്പോളത്തിൽ വിലപേശി വിൽക്കാനുള്ള വസ്തുക്കളല്ല സ്ത്രീകളെന്നും പി സതീദേവി. ചെർപ്പളശ്ശേരി ബീവറേജ് ഔട്ട്ലെറ്റിൽ നടന്ന മോഷണം. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസ്. പ്രതികളായ 2 പേരുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഇവരെപ്പറ്റി അറിയുന്നവർ വിവരം നൽകണമെന്നും പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.